ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന എണ്ണ വിതരണ ശൃംഖല പുനഃസ്ഥാപിച്ച് സൗദി അറേബ്യ. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ പൂർണ്ണശേഷി വീണ്ടെടുത്തതായി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണങ്ങളെ തുടർന്ന് പമ്പിംഗ് ശേഷിയിൽ 7 ലക്ഷം ബാരലിന്റെ കുറവുണ്ടായതിന് പിന്നാലെയാണ് പഴയ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ സൗദിയിലെ എണ്ണ വിതരണ ശൃംഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിവേഗം അതിജീവിച്ച് വിതരണ ശൃംഖല പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രാജ്യം. ഊർജ്ജ മന്ത്രാലയത്തിന്റെയും അരാംകോയുടെയും മികച്ച ഏകോപനത്തിലൂടെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് വിതരണം സാധാരണ നിലയിലെത്തിക്കാൻ സാധിച്ചത്. രാജ്യത്തെ പ്രധാന എണ്ണ വിതരണ പാതയായ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിലൂടെയുള്ള പമ്പിംഗ് പ്രതിദിനം 70 ലക്ഷം ബാരൽ എന്ന പൂർണ്ണശേഷിയിലേക്ക് തിരിച്ചെത്തിയതായി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനു പുറമെ ഉൽപാദനം തടസ്സപ്പെട്ട മനീഫ എണ്ണപ്പാടത്തെ പ്രവർത്തനവും പൂർണ്ണമായും പുനരാരംഭിച്ചു. ആക്രമണങ്ങളെ തുടർന്ന് ഇവിടെ നിന്ന് പ്രതിദിനം 3 ലക്ഷം ബാരൽ എണ്ണയുടെ ഉൽപാദനത്തിലാണ് കുറവുണ്ടായത്. ഖുറൈസ് എണ്ണപ്പാടത്തെ ഉൽപാദനശേഷി പൂർണ്ണതോതിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിലുണ്ടായ തകരാർ കാരണം രാജ്യത്തിന്റെ എണ്ണ കയറ്റുമതിയിൽ ഏകദേശം 10% ഇടിവുണ്ടായതായി ഊർജ്ജ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ ആകെ കയറ്റുമതി ശേഷിയിൽ പ്രതിദിനം 7 ലക്ഷം ബാരലിന്റെ കുറവും രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും സൗദിയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. റിപ്പോർട്ടർ, ജിദ്ദ.